അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ മൂന്നാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത ഉലൂമുദ്ദീനിന്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. അഫ്ഷുസ് സലാം, നിങ്ങൾ സലാം പറയൽ വ്യാപിപ്പിക്കുക എന്നാണ് ഹെഡിങ്ങിന്റെ അർത്ഥം. പാഠത്തിലൂടെ പറയുന്നത് മുസ്ലിങ്ങൾ തമ്മിൽ 6 കടമകളാണുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് സലാം പറയുക എന്നുള്ളത്. സലാം പറയുന്നതിന് ധാരാളം മര്യാദകളുണ്ട്. ആര് ആരോട് സലാം പറയണം, എപ്പോഴാണ് സലാം പറയേണ്ടത്, സലാം പറയാത്ത ആളുകൾ ആരെല്ലാം, ഇങ്ങനെ സലാം പറയുന്നതിൻ്റെയും മടക്കുന്നതിൻ്റെയും നിയമങ്ങളാണ് പാഠത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. 2 വിദ്യാർത്ഥികൾ തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണത്തിലൂടെയാണ് പാഠം തുടങ്ങുന്നത്. സഫീർ, നിന്റെ അമ്മാവനാണല്ലോ ഇരിക്കുന്നത്. ഷമീം, അതെ അമ്മാവനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഷമീം സലാം ചൊല്ലി വലത് കൈ നീട്ടി മുസാഫഹത്ത് ചെയ്തു. മുസാഫഹത്ത് എന്നാൽ എന്താ? ഷെയ്ഖാൻഡ് ചെയ്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമ്മാവൻ സലാം അടക്കി. 2 പേരും സംസാരിച്ചു ശേഷം സലാം ചൊല്ലി പിരിഞ്ഞു. സഫീർ, നിന്റെ അമ്മാവനോട് നീ സലാം പറയാറുണ്ടോ? ഷമീം, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകളിൽ പെട്ടതല്ലേ സലാം പറയലേ? സഫീർ, മുസ്ലിങ്ങൾ തമ്മിൽ കടമകളുണ്ടോ? മുസ്ലിങ്ങൾ തമ്മിൽ 6 കടമകളുണ്ട്. പ്രധാനപ്പെട്ട കടമകളിൽ പെട്ടതാണ് സലാം പറയൽ. സഫീർ, ഇവയെല്ലാം നിനക്കറിയാമോ? ഷമീം, അതെ. നാം മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടില്ലേ? കണ്ടുമുട്ടിയാൽ സലാം പറയുക, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക, ഉപദേശം തേടിയാൽ നന്മ ഉപദേശിക്കുക, തുമ്മിയവൻ അള്ളാഹുവിനെ സ്തുതിച്ചാൽ തശ്മീത്ത് ചൊല്ലുക, രോഗിയായാൽ സന്ദർശിക്കുക. എന്നാ തശ്മീത്ത് എന്ന് പറഞ്ഞാൽ യർഹമക്കുമുല്ലാ എന്ന് കേട്ടാൽ പറയാം. രോഗിയായാൽ സന്ദർശിക്കുക, മരണപ്പെട്ടാൽ സംസ്കരണ കർമ്മങ്ങൾ ചെയ്യുക എന്നിവയാണവ. സഫീർ, 6ൽ ഒന്നാണല്ലേ സലാം പറയൽ? ഷമീം, അതെ. ആദം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു മലക്കുകൾക്ക് സലാം പറയുക. ആദം നബി അലൈഹിസ്സലാം സലാം ചൊല്ലിയപ്പോൾ മലക്കുകൾ സലാം അടക്കി. സലാം വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കും, നന്മയും ബറക്കത്തും കൊണ്ടുവരും. സലാം പറയൽ സുന്നത്താണെങ്കിലും മടക്കൽ നിർബന്ധാണ്. മാത്രമല്ല സലാം പറയുന്നതിന് വലിയ പ്രതിഫലവുമുണ്ട്. സഫീർ, ആർക്കാണ് സലാം പറയേണ്ടത്? വാഹനത്തിൽ പോകുന്നവൻ നടക്കുന്നവനും, നടക്കുന്നവൻ ഇരിക്കുന്നവനും, ചെറിയവൻ വലിയവനും, ചെറിയ സംഘം വലിയ സംഘത്തിനുമാണ് സലാം പറയേണ്ടത്. ഫാസിഖിനും മുബത്തദിഇനും സലാം പറയരുത്. ആരാണ് ഈ ഫാസിഖ് എന്ന് പറഞ്ഞാല്? വൻദോഷം ചെയ്യുകയോ ചെറുദോഷം പതിവാക്കുകയോ ചെയ്യുന്നവനാണ് ഫാസിഖ് എന്ന് പറയാം. അപ്പൊ ഫാസിഖിനും മുബത്തദിഇനും സലാം പറയരുത്, മടക്കുകയും അരുത്. ഇനി ആരാണ് മുബത്തദി എന്ന് പറയുന്നത്? മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് പോലെയുള്ള നൂതനാശയക്കാരാണ് മുബത്തദികൾ. നൂതനാശയം എന്ന് പറഞ്ഞാൽ എന്താ? പുത്തനാശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും പറയാത്ത ചെയ്യാത്ത കാര്യങ്ങളാണ് നൂതനാശയക്കാർ അഥവാ ന്യൂ കൺസെപ്റ്റേഴ്സ്. മലമൂത്ര വിസർജനം ചെയ്യുന്നവർ, ശൗചം ചെയ്യുന്നവർ. എന്താണ് ശൗചം? മനോഹരം ചെയ്യാം. നിസ്കരിക്കുന്നവര്, അദാനോ ഇഖാമത്തോ വിളിക്കുന്നവർ. അദാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക്. വല്ലതും കുടിച്ചുകൊണ്ടിരിക്കുന്നവർ, വായിൽ ഭക്ഷണം ഉള്ളവർ എന്നിവർക്ക് സലാം പറയൽ സുന്നത്തില്ല, മടക്കൽ അവർക്ക് നിർബന്ധവുമില്ല. സഫീർ, ജസാക്കല്ലാഹു ഖൈറൽ ജസാ. അഫ്സു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പറയൽ വ്യാപിപ്പിക്കുക. ഇനി നോക്കൂ, നഖർ വനഫാം. ഇംഗ്ലീഷിൽ ചില പദങ്ങൾ പരിചയപ്പെടുത്താണ്. ക്ഷണം ഇൻവൈറ്റേഷൻ, സന്ദർശനം വിസിറ്റ്, സംസ്കരണം ക്രിമേഷൻ, ശൗചം ചെയ്യുക പ്യൂരിഫിക്കേഷൻ. ഖാലുൻ അമ്മാവൻ, സ്വഗീറുൻ ചെറിയവൻ, കബീറുൻ വലിയവൻ, സല്ലമ സലാം പറഞ്ഞു, റദ്ദ സലാം അടക്കി, മരീൽ രോഗി,
മുബത്തദഅ നവീനവാദി, ഹുബ്ബുൻ സ്നേഹം, ഖൈറൽ ജസാ ഏറ്റവും നല്ല പ്രതിഫലം. ഫാസിഖ് വൻദോഷം ചെയ്യുകയോ ചെറുദോഷം പതിവാക്കുകയോ ചെയ്യുന്നവൻ. ഹുഖൂഖുൽ മുസ്ലിമീൻ മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമകൾ. ജസാക്കല്ലാഹ് അല്ലാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. തശ്മീത്ത് എന്താ തശ്മീത്ത് പറഞ്ഞാല് യർഹമുക്കുമുല്ലാഹ് എന്ന് പറയുക. ദഫ്തർ താലിബ് അഥവാ വർക്ക് ബുക്ക് നോക്കി തദ്രീബാത്തുകൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ തന്നെ തദ്രീബാത്ത് ഉണ്ടായിരിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.